ഹായ്, ഈ ഫോറക്സ് ലേണിംഗ് സീരീസിന്റെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പിപ്പ് ആൻഡ് പിപ്പറ്റ്സിനെ പറ്റിയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഐഡിയ വെച്ച് പ്രൈസിനെ എങ്ങനെ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ ലാസ്റ്റ് വീഡിയോ നിർബന്ധമായിട്ടും കണ്ടിരിക്കുക. ഏതൊരു പെയറിന്റെയും പ്രൈസ് മൂവ്മെന്റ്സിനെയാണ് നമ്മളിവിടെ ട്രേഡ് ചെയ്യുന്നത്. ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പേ എത്ര പിപ്സ് ആണ് സ്റ്റോപ്പ് ലോസ് എന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ആ ട്രേഡിന്റെ റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പറായി ചെയ്യാൻ പറ്റൂ. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. ഇനി പ്രൈസിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ 6ാം സ്ഥാനത്തുള്ള പിപ്പറ്റിനെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. അങ്ങനെയെങ്കിൽ ഈ 8 മാറി 9 ആകുമ്പോൾ ഇവിടെ ഒരു പിപ്പാണ് മൂവ് ചെയ്യുന്നത്. ഇനി 29 മാറി 39 ആകുമ്പോൾ ഇവിടെ 10 പിപ്പാണ് മൂവ് ചെയ്യുന്നത്. ഇനി 639 മാറി 739 ആകുമ്പോൾ ഇവിടെ 100 പിപ്പാണ് മൂവ് ചെയ്യുന്നത്. ഇനി വേറെ രീതി വായിക്കുകയാണെങ്കിൽ ഇത് 1628 പിപ്പാണ്. ഈ പിപ്പറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 1628.2 പിപ്പാണ്. കാരണം 1 പിപ്പ് = 10 പിപ്പറ്റ്സ് ആണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം. സോ ഈ വീഡിയോ മാക്സിമം ഒന്നുകൂടെ കാണുക. എന്നിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് എനിക്ക് DM ചെയ്തോ, ഞാൻ മാക്സിമം ക്ലാരിറ്റി തരാം. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻ ടൂൾസ് ഉപയോഗിച്ച് എങ്ങനെ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. സോ ഫോളോ മീ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.